മേനപ്പുറത്തെ പുതുക്കുടി വീട്ടിൽ പുഷ്പൻ എന്ന മഹാസഖാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നാട്. ഇപ്പോൾ അദ്ദേഹം രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ, ചൊക്ലിയിലെ രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് സെൻട്രലിൽ നിന്നും തുടങ്ങിയതാണ്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി വിലാപയാത്രയായി. അതിനുശേഷം ഓരോ കേന്ദ്രങ്ങളിലും, പൂക്കാടടക്കം ഓരോ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ആയിരങ്ങളാണ്. മുദ്രാവാക്യങ്ങളുമായി, കണ്ണിൽ കണ്ണീരുമായി, തീഷ്ണമായ അദ്ദേഹത്തിൻ്റെ സമരയൗവനങ്ങളെ ഓർത്തെടുത്ത് മുദ്രാവാക്യങ്ങളുമായി ഒഴുകിയെത്തിയത്. അങ്ങനെ ആ സമരസഖാവിന് നാട് വിട ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ തലശ്ശേരിയിലെ ടൗൺ ഹാളും വിട്ട് കൂത്തുപറമ്പിൽ തന്നെ ഈ വിധത്തിലാക്കിയ തൻ്റെ ശരീരത്തെ ഈ വിധത്തിലാക്കിയ ഭരണകൂട ഭീകരതയുടെ അഴിഞ്ഞാട്ടം, തേർവാഴ്ച നടന്ന ആ കൂത്തുപറമ്പിൻ്റെ സമരഭൂമികയിലൂടെ അദ്ദേഹം ഒരു ആവേശത്തിൻ്റെ വിപ്ലവ സൂര്യനായി കടന്നുപോയി. അതിനുശേഷമാണ് രാമവിലാസം, ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്, പുഷ്പനെ എത്തിക്കുന്നത്. കാരണം ഓരോ ഘട്ടങ്ങളിലും പുഷ്പനോട് പല വിധത്തിലും ആശയസംവാദങ്ങളുമായി പലരും എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും സമരവീര്യത്തെയും ഉയർത്തിപ്പിടിച്ചിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് സ്വകാര്യ വ്യക്തിയിലേക്ക്, സ്വകാര്യതയിലേക്ക് ചാലിക്കാനായി ശ്രമിച്ചതിനെതിരെ, ജില്ലാ ബാങ്കിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന അഴിമതികൾക്കെതിരെ ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം. സ്വാശ്രയ വിദ്യാഭ്യാസ നയങ്ങൾ, തെറ്റായ UDFൻ്റെ തെറ്റായ സ്വാശ്രയ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ ഒക്കെ സമര പോരാട്ടമായിരുന്നു. ആ സമരമാണ് ഇന്ന് ഏവർക്കും വിദ്യാഭ്യാസം, സാധാരണക്കാർക്കടക്കം വിദ്യാഭ്യാസം പ്രാപ്യമാക്കിയ ഒരു സാമൂഹിക രാഷ്ട്രീയ പരിസരത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത്. ആ സമര പോരാട്ടത്തിൻ്റെ വിലയാണ് എൻ്റെ ഈ ശരീരം, അതുകൊണ്ട് ഞാൻ വിജയമാണ്, തൻ്റെ പ്രസ്ഥാനം വിജയമാണ്, തൻ്റെ ആശയം വിജയമാണെന്ന് അവസാന ശ്വാസത്തിലും പുഷ്പൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. വ്യതിയാനങ്ങളുണ്ടോ എന്നും വ്യതിചലിപ്പിക്കാനുമായി പല കോണുകളും പുഷ്പൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പുഷ്പൻ പറഞ്ഞത് തൻ്റെ സമരവും തൻ്റെ ആശയവും തൻ്റെ പ്രസ്ഥാനവുമാണ് വിജയം. അത് വിജയിച്ചു എന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ന് കാണുന്ന സമകാലിക കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പരിസരം എന്നത്. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സഹകരണ മേഖല, ഇന്ന് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ സഹകരണ മേഖലയെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു മുമ്പേ തന്നെ സഹകരണ മേഖലയ്ക്ക് കരുത്തായി, കൽഹാരമായി ഇത്തരത്തിലൊരു സേഫ് പൊസിഷനിലേക്ക് കേരളത്തിലെത്തിക്കാനായത് തൻ്റെ പ്രസ്ഥാനവും നടത്തിയ പോരാട്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. നോക്കൂ, പുഷ്പൻ്റെ വീട്ടിൽ നിന്നും സന്തോഷ് കൂടി ചേർന്നു. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ സഹധർമ്മിണി കൂടിയാണ് അവിടെ എത്തി പുഷ്പൻ ആദരാഞ്ജലി അർപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഒപ്പമുണ്ട്. കാരണം കോടിയേരിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ ദൃഢമായിരുന്നു. മാത്രമല്ല, അന്ത്യഘട്ടത്തിൽ കോടിയേരിയുടെ മൃതദേഹം കാണാനായി, ശരീരം കാണാനായി എത്തുന്ന ഘട്ടത്തിൽ പുഷ്പൻ നോട്ടം കൊണ്ട്, ആ കണ്ണുകൾ കൊണ്ട് വിപ്ലവം തീർത്ത മുദ്രാവാക്യമായി ഉയർന്നു ജ്വലിച്ചത് നമ്മുടെ ഓർമ്മ പഥങ്ങളിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിൽ നിന്ന് ഒരിക്കൽ കൂടി പുഷ്പൻ്റെ വീട്ടിലേക്ക് പോകാം. പുഷ്പൻ്റെ മേനപ്രയിലെ പുതുക്കുടി വീട്ടിലേക്ക് പോകാം. അവിടെ ഞങ്ങളുടെ പ്രതിനിധി സന്തോഷമുണ്ട്. സന്തോഷ്, പുതുക്കുടി വീട്ടിൽ ഒരു വലിയ സമരഭൂമികയുടെ പ്രതിഫലനമായി രാജ്യത്തോട്, ലോകത്തോട് ഒക്കെ സംവദിച്ചു കൊണ്ടിരുന്ന ആ വലിയ ഇടം, പുഷ്പൻ്റെ ആ വലിയ ഇടം ഇന്ന് ശൂന്യമായിരിക്കുന്നു. അവിടേക്ക് പുഷ്പൻ എത്തുകയാണ്, അവസാനമായി എത്തുകയാണ്, അന്ത്യനിദ്രയ്ക്കായി എത്തുകയാണ്. വീടിനോട് ചേർന്ന പ്രത്യേക സ്ഥലത്താണ് പുഷ്പന്, സമരസഖാവിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്, അല്ലേ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, സഖാവ് പുഷ്പൻ്റെ 3 പതിറ്റാണ്ട് കാലത്തെ ആ ഒരു പോരാട്ട ജീവിതത്തിനൊപ്പം എഴുതി ചേർത്ത പേരാണ് ഈ പുതുക്കുടി വീട് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ കേന്ദ്രം കൂടി ഇവിടെ എത്തിച്ചേരാത്ത മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ ഇല്ല എന്ന് തന്നെ പറയാം. ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ മുതൽ രാജ്യത്തിന് പുറത്തു നിന്നുവരെ പല ആളുകളും സഖാവ് പുഷ്പന് അഭിവാദ്യം അർപ്പിക്കാനും പുഷ്പനുമായി സംസാരിക്കാനും എത്തിക്കൊണ്ടിരുന്ന വീടാണ് ഈ പുതുക്കുടി മേനപ്രത്തെ
പുതുക്കുടി വീട് എന്ന് പറയുന്നത്. ഇത് DYFI 2021 പുഷ്പന് നിർമ്മിച്ച് നൽകിയ ഈ ഒരു വീടാണ്. പുഷ്പൻ്റെ പോരാട്ട ചരിത്രത്തോടൊപ്പം തന്നെ എഴുതി ചേർക്കപ്പെട്ട പേരാണ് പുതുക്കുടി വീട് എന്ന് പറയുന്ന ഈ വീട്. അല്പസമയത്തിനകം തന്നെ സഖാവ് പുഷ്പൻ്റെ മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് എത്തിക്കും. നിരവധിയായിട്ടുള്ള ആളുകൾ, അടുത്ത ബന്ധുക്കളും വീടിന് തൊട്ടടുത്ത ഉള്ള ആളുകളും മാത്രമാണ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റ് ആളുകൾക്കെല്ലാം തന്നെ ഈ ചൊക്ലി രാമവിലാസം സ്കൂളിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിനായാണ് 3 പതിറ്റാണ്ട് കാലം പുഷ്പൻ കഴിഞ്ഞ ഈ പുതുക്കിടി വീട്ടിലേക്ക് വീണ്ടും അവസാന യാത്രയ്ക്കായി സഖാവ് പുഷ്പൻ എത്തിച്ചേരുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെയുള്ള പൊതുദർശനം പൂർത്തിയാക്കി വീട്ടിലേക്ക് എത്തിക്കും. ഇതിനുശേഷം ഇവിടെ നിന്നും വീടിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ആണ് പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ഒരു ഭൂമിയിലാണ് സഖാവ് പുഷ്പന് അന്ത്യവിശ്രമം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു വലിയ, ഈ നാടിൻ്റെ ഒരു വലിയ നഷ്ടമാണ് ഇപ്പോൾ സഖാവ് പുഷ്പൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ നാട്ടിലേക്ക് മഹാരഥന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, നിരവധിയായിട്ടുള്ള ആളുകൾ അവരുടെ ഈ സ്ഥലത്തേക്ക്, ഈ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് പുഷ്പൻ എന്ന് പറയുന്ന ധീര പോരാളി, ഈ നാട് ജന്മം നൽകിയ ധീര പോരാളിയെ കാണുന്നതിന് വേണ്ടിയാണ്. പുഷ്പൻ്റെ ഈ ഒരു സഹന ജീവിതം 3 പതിറ്റാണ്ട് കാലത്തോളമാണ് ഈ പുതുക്കിടി വീട്ടിലെ കട്ടിലിൽ സഖാവ് പുഷ്പൻ സമര ജീവിതം, സഹന ജീവിതം നയിച്ചത്. അവിടേക്കാണ് ഈ അന്ത്യയാത്രയ്ക്കായി അല്പസമയത്തിനകം തന്നെ പുഷ്പൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഏതായാലും 10,000-കണക്കിന് ആളുകളാണ് ഇന്ന് രാവിലെ മുതൽക്ക് ഈ സമയം വരെയും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ 10,000-കണക്കിന് ആളുകളാണ് സഖാവ് പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. ഇപ്പോൾ വീട്ടിലേക്കും, ഈ വീട്ടിൽ ചില നിയന്ത്രണം സന്ദർശകർക്കെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും നിരവധിയായിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ വീടുമായി CPIMൻ്റെ പ്രവർത്തകർക്ക് വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ട്. DYFIയുടെ പ്രവർത്തകർക്ക് വളരെ വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ട്. കാരണം ഈ പുഷ്പനെ കാണാനായി എത്തുകയും ആ ഒരു വലിയ ആത്മബന്ധം പാർട്ടി പ്രവർത്തകരും പുഷ്പനും എല്ലാം തമ്മിൽ രൂപപ്പെട്ട വീടാണ് ഈ പുതുക്കിടി വീട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഈ അന്ത്യയാത്രയ്ക്കായി പുഷ്പൻ എത്തുന്നതിന് മുമ്പായി നിരവധിയായിട്ടുള്ള CPIM പ്രവർത്തകരും DYFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ പുഷ്പനെ സ്നേഹിക്കുന്ന 100 കണക്കിന് ആളുകൾ ഈ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഇവിടെ പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ. അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിനായാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ കുറഞ്ഞ സമയം മാത്രമായിരിക്കും ഇവിടെ പുഷ്പൻ്റെ മൃതദേഹം ഉണ്ടാവുക. അതിനുശേഷം ഇവിടെ നിന്നും ഈ തൊട്ടടുത്ത് തന്നെയുള്ള പ്രത്യേകം സ്ഥലത്തേക്ക് അന്ത്യയാത്ര ഒരുക്കുന്നതിനായി പുഷ്പൻ്റെ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അജിംഷാദ്. തീർച്ചയായും പുതുക്കുടിയിലെ വീട്ടിൽ നിന്നുമാണ്, മേനപ്രയിലെ പുതുക്കുടി വീട്ടിൽ നിന്നാണ് സന്തോഷം വിവരങ്ങൾ നൽകുന്നത്.